അലീനേനെ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്തേക്ക് കൊണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രൻ തിരിച്ചു വരുവാണ്. വൈജയാണെങ്കിലോ താൻ എന്തോ നേടിയതുപോലെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ബാക്കി 3 കുട്ടികളും അച്ഛനും വല്ലാത്തൊരു സങ്കടത്തിലാണ്. ഗംഗേട്ടനോട് വിളിച്ചിട്ടാണല്ലോ ബാലേന്ദ്രൻ സ്റ്റാൻലിയുടെ അഡ്രസ്സൊക്കെ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഗംഗേട്ടൻ അവിടുന്ന് പുറപ്പെടുന്നുണ്ട്. അലീനനെ കൊണ്ടുവിട്ടതിന് ശേഷമാണ് കേട്ടോ ഗംഗേട്ടൻ അവിടെ നിന്ന് വരുന്നത്. കാരണം അവിടെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റാതെ നിൽക്കായിരുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോലും ബാലേന്ദ്രൻ കേട്ടില്ല. കാരണം അലീനയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം, അച്ഛനും അമ്മയും ഒരുമിക്കണം, ഞാനാണ് ഈ കുടുംബത്തിന് ശത്രു, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയാൽ എല്ലാ പ്രശ്നവും തീരും എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അലീന പോയത്. അത് മാത്രമല്ല, താൻ ഇത്രയും നേരം കാണാൻ കൊതിച്ച തൻ്റെ അച്ഛനെന്ന ആളുടെ അടുത്തേക്കാണല്ലോ താൻ പോകുന്നത്. അതും അവൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമായിരുന്നു. അങ്ങനെ ബാലചന്ദ്രനും മക്കളും ആകെപ്പാടെ വല്ലാത്ത വിഷമത്തിലാണ്. ഇതെല്ലാം കാണുന്ന വൈജിക്ക് ഒട്ടും പിടിക്കുന്നില്ല. എന്താടി ഇത്, ഇവിടെ ആരെങ്കിലും ചത്തോ? ഒരു മരണവീട് പോലുണ്ടല്ലോ ഇവിടെ. എല്ലാവരുടെ മോഹമൊക്കെ ഒരു കൊട്ടയുണ്ടല്ലോ. എന്താടി നിനക്കൊക്കെ പറ്റിയത് എന്ന് പറയുമ്പം ബബിതയും കൃഷ്ണയും കൂടി അമ്മയുടെ നേർക്ക് ചാടി വീഴുന്നുണ്ട്. അമ്മയ്ക്കതൊക്കെ പറയാം, ഞങ്ങളുടെ അച്ഛൻ്റെ മകളാ അലീന ചേച്ചി. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ സ്വന്തം ചോരയാ. ആ ചോരനെയാ അമ്മ പറഞ്ഞു വിട്ടത്. ഏതോ ഒരാളുടെ വീട്ടിൽ പോയി ജോലിക്ക് നിർത്തിയിരിക്കുക. അമ്മയ്ക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ? ഇത്രയും കാലം ഇവിടെ നിന്ന് ആ ചേച്ചി പട്ടിപ്പണി എടുത്തില്ലേ? ഞങ്ങളെല്ലാം പൊന്നുപോലെ നോക്കിയില്ലേ? അമ്മ ഹോസ്പിറ്റലും അച്ഛൻ ഹോസ്പിറ്റലും രോഹിയുടെ ജയിലിലും ആയിരുന്നപ്പോഴേ ഞങ്ങളെയൊക്കെ നോക്കാൻ ചേച്ചി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. രോഹിയേട്ടനെ ജയിലിൽ നിറക്കാനും കോളേജിൽ ചേർക്കാനും എല്ലാം ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. അതെ, വഴിപഴിച്ച് നടന്ന എന്നെ പോലും നേരെയാക്കിയെടുത്തത് എൻ്റെ അലീന ചേച്ചിയാണെന്ന് ബബിതയും പറയുന്നുണ്ട്. അതിനിപ്പം ഞാൻ എന്ത് കാണാടി? അവളെ കാല് പിടിച്ച് തിരിച്ചു കൊണ്ടുവരണോ? അതൊരിക്കലും നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ വൈജ അല്ലെങ്കിൽ അവള്. ഇതിൽ ആരെങ്കിലും ഒരാളെ മതി ഈ വീട്ടില്. 2 പേരും കൂടി ഈ വീട്ടിൽ വേണ്ട. എന്താടി നിനക്കൊക്കെ ഞാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാൻ പോയേക്കാം. ഞാൻ പോയതാണല്ലോ എൻ്റെ തറവാട്ടിലേക്ക്. എന്നിട്ട് എല്ലാവരും കൂടി വിളിച്ചോണ്ട് വന്നതല്ലേ? ആര് വിളിച്ചോന്ന്? അല്ല ചേച്ചി പോവാന്ന് പറഞ്ഞപ്പോ അമ്മ വന്നു, അത്രയല്ലേ ഉള്ളൂ. ഓഹോ, അപ്പൊ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് അതായിരുന്നല്ലേടി. ഞാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്കൊക്കെ അവള് വന്നാൽ മതിയല്ലേ എന്ന് ചോദിക്കാണ്. ബബിയും കൃഷ്ണയും അവിടുന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവാണ്. എന്താടാ, നിനക്കൊന്നും പറയാനില്ലേ? നീയും കൂടി പറയടാ. പെട്ട് തള്ളയെക്കാട്ടിലും നിനക്കൊക്കെ വലുത് എങ്ങുന്ന വലിഞ്ഞു കയറി വന്ന ആ വേലക്കാരി പെണ്ണല്ലേ? രോഹി പറയാണ്. അമ്മയുടെ വർത്താനം കേട്ട് ആദ്യമൊക്കെ ഞാനും അങ്ങനെ കരുതിയത്. ഒരുപാട് ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും വകവെക്കാതെ ഒന്നും മനസ്സിലാക്കാതെയാ ചേച്ചിനെ പൊന്നുപോലെ നോക്കിയത്. ആ സ്നേഹം മതിയമ്മേ മനസ്സിലുള്ള എല്ലാ വെറുപ്പും മാറാനായിട്ട്. എൻ്റെ അച്ഛൻ്റെ മകൾ ആ ചേച്ചി. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ സഹോദരിയല്ലേ? ഇപ്പം അമ്മയ്ക്കാണ് പണ്ട് ഇതുപോലൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിലോ? അമ്മ സ്വീകരിക്കില്ല ആ കുട്ടിയെ എന്ന് ചോദിക്കുമ്പോൾ വൈജൊന്നും മിണ്ടുന്നില്ല. അതുപോലെ തന്നെയല്ലേ ഉള്ളു അച്ഛനും. അച്ഛന് ചങ്ക് വെട്ടി കയറിയ ആ ചേച്ചിനെ കൊണ്ട് അവിടെ നിർത്തിയിരിക്കുന്നത്. ആരാണെന്ന് പോലും അറിയത്തില്ലാത്ത ഒരാളുടെ വീട്ടിൽ കൊണ്ട് ജോലിക്ക് നിർത്തിയേക്കുന്നു. ഞാൻ മാനസികമായി തന്നെ വല്ലാത്ത അവസ്ഥയിലാ. അമ്മ ദയവ് ചെയ്ത് എൻ്റെ വെക്കിട്ട് കയറാൻ വരരുത്. ഞാൻ എൻ്റെ കാര്യം നോക്കി ഇവിടെ ജീവിക്കാം. പിന്നെ ഈ ആഴ്ച തന്നെ ഞങ്ങൾ ചേച്ചിയെ കാണാൻ പോകും. അതിന് തടസ്സം നിൽക്കാൻ വന്നേക്കരുത് എന്ന് പറയുമ്പം പിന്നെ നിന്നെയൊക്കെ ഞാൻ വിടാടാ. ആ ശല്യം തീർന്നെന്ന് പറഞ്ഞ് ഞാനിവിടെ ഇരിക്കുമ്പോൾ നീയൊക്കെ അങ്ങോട്ട് പോയി കണ്ട് അവളെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാണോ? അതൊരിക്കലും നടക്കില്ല. ഞാൻ ജീവനുള്ളപ്പം അത് നടക്കില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ചേച്ചിയെ കാണാൻ പോയിരിക്കും. അത് തടയാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഞങ്ങൾ 3 പേരും മനവേട്ടനും കൂടി ഈ ആഴ്ച പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ അമ്മയുടെ ജീവന് യാതൊരു വിലയില്ലല്ലേ? ഞാനിവിടുന്ന് പോയാലും സാരമില്ല, അവളെ നിങ്ങൾക്ക് കാണണമല്ലേ എന്ന് പറയുമ്പം രോഹി പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതവും ജീവനും തിരിച്ചു നൽകിയത് ആ പാവമാ. ഇവിടെ ആർക്കും അത് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനെ ഉപദ്രവിച്ചത്. ഇവിടെ വന്ന് എല്ലാവരും നേരെയാക്കാനും ഈ വീട് നോക്കാനും മാത്രമേ അത് ശ്രമിച്ചിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവും. എല്ലാ ജോലികളും ചെയ്ത് ഈ വീട്ടിൽ ഒരു ജോലിക്കാരി പോലെ തന്നെ ആയിരുന്നല്ലോ ചേച്ചി. അമ്മ കൂടെ കൂടെ പറയുമല്ലോ ജോലിക്കാരിയാണെന്ന്. പക്ഷേ ചേച്ചി വീട്ടിലെ ജോലിക്കാരിയൊന്നും അല്ല, ഞങ്ങളെപ്പോലെ തന്നെ ഈ വീടിൻ്റെ അവകാശിയാ എന്ന് പറയുമ്പോൾ കൊള്ളാടാ, കൊള്ളാം, നല്ല കണ്ടുപിടുത്തം തന്നെ.
നിന്റെ തന്തയ്ക്ക് ഏതോ കാലത്ത് പിഴച്ചുണ്ടായ സന്തതിയൊക്കെ എങ്ങനെയാടാ ഈ തറവാടിന് അവകാശിയാവുന്നത് എന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിഴച്ച കഥകളൊന്നും നീ കൂടുതൽ പറയാൻ നിൽക്കണ്ട, എൻ്റെ വായിൽ നന്നായി വരുന്നുണ്ട്, ഞാൻ വല്ലതൊക്കെ വിളിച്ചു പോവും എന്ന് പറയുമ്പം ബാലേന്ദ്രന് എന്താ പറയാനുള്ളത് പറ, ഞാൻ കേൾക്കട്ടെ. കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഏതോ ഒരുത്തിലുണ്ടായ ആ പിഴച്ചവളെ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും കാലം താമസിപ്പിച്ചു തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോൾ വൈജയ് നിന്റെ വായടക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്ക് പോലും അറിയില്ല. മര്യാദയ്ക്ക് നീ നിന്റെ കാര്യം നോക്കിയിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ രോഹിയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. കൈ ചുരുട്ടി ഡെസ്കിനിട്ടിരിക്കുന്നുണ്ട് വൈജ അവളുടെ ദേഷ്യം തീർക്കാനായിട്ട്. അങ്ങനെ വൈജ മുറിയിലിരിക്കുകയായിരിക്കും. ഈ ഒരു സമയത്ത് ബബിത ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല അമ്മ സെർവന്റിന്റെ കാര്യം പറഞ്ഞിട്ട് എന്തായി? ഇതുവരെ ഒന്നും ആയില്ലേ? ആ നാളെ ഇങ്ങോട്ട് വരും. എന്താടി നിനക്കൊക്കെ പണിയത് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അങ്ങനാണെങ്കിലേ അമ്മ അടുക്കളയിൽ കയറണം. ഈ വയ്യാത്ത ഞാനോ? അമ്മയുടെ കാലിനല്ലേ കുഴപ്പമുള്ളൂ, നാക്കിനൊന്നും വേറെ ഒരു കുഴപ്പമില്ലല്ലോ. കൈക്കും കുഴപ്പമില്ല. അപ്പളേ അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ കാലിൻ്റെ ആവശ്യമില്ല. ഇരുന്നുകൊണ്ടാണേലും പാചകം ചെയ്യാം. എനിക്ക് കോളേജിൽ പോകണം, അവൾക്കും ഡാൻസ് ക്ലാസ്സും വേറെ ഒത്തിരി പരിപാടിയുണ്ട്. രോഹിണിനും അങ്ങനെ തന്നെയാ. ഇവിടെ ഇപ്പോൾ ജോലി ഇല്ലാത്തത് അമ്മയ്ക്ക് മാത്രമാ. കൊള്ളാലോടി നീയൊക്കെ ആ അപ്പന് പിറന്ന മക്കളെ തന്നെയാ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ഏതോ ഒരുത്തിയെ കണ്ട് ഞകളിച്ച് നടക്കല്ലേ നിന്റെ തന്ത, അതുപോലെ തന്നെയാടി നീയൊക്കെ. ഒരു മാറ്റവും ഇല്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോഴേ അതൊക്കെ ഞങ്ങൾക്ക് ശീലമായി. കേട്ട് ഞങ്ങൾ മടുത്തിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ബബി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെയുള്ള സെർവൻറ്റിനെയൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്താലൊന്നിനും തന്നെ ആർക്കും ഒരു തൃപ്തിയും വരുന്നില്ല. അപ്പോൾ കൃഷ്ണ പറയാണ്, ഫുഡൊന്നും ഒന്നിനും കൊള്ളില്ല അല്ലേ ചേച്ചി? ആ സാരമില്ല, കിട്ടുന്നത് കഴിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാം. ബാലൻ പറയാണ്, ആ അലീന ഉണ്ടെന്നപ്പോൾ എന്ത് രുചിയായിരുന്നു ഓരോ കറിക്കും ചോറിനും ഒക്കെ. ശരിക്കും എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം പോലെ ആയിരുന്നു അവളുടെ കൈപ്പുണ്യം. രോഹി പറയാണ്, അത് ശരിയാ ചേച്ചി, ഒരു ചായ ഇട്ടാലും നല്ല രുചിയായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ മിസ് ചെയ്യുമല്ലോ അച്ഛാ. അല്ലച്ചാ ചേച്ചി എന്നാണ് ഇങ്ങോട്ടൊക്കെ തിരിച്ചു വരിക എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വൈജ ആ ഡെസ്കിനിട്ട് ആഞ്ഞടിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കാണ്. എന്താണോ നിനക്ക്? വീണ്ടും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണോ? ഒരിക്കലും അത് നടക്കാൻ പോണില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മരിച്ചിട്ടേ അവളെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ കൊണ്ടുവരുള്ളൂ. നിങ്ങളുടെയൊക്കെ ഐഡിയ കൊള്ളാലോ. അവളെ ഇവിടെ നിന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. എന്നിട്ട് അവളെ ഇങ്ങോട്ടേക്ക് തിരിച്ചുവിടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നോ? എങ്കിലേ ഈ വൈദ്യ ജീവനോടെ കാണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ചിട്ട് ഇവരെല്ലാം എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ ബാലേന്ദ്രനും അതുപോലെ രോഹിയും ബബിയും കൃഷ്ണയും കൂടി ഒരു മുറിയിൽ ഒന്നിച്ചു കൂടുകയാണ്. അച്ഛൻ്റെ മുറിയിലേക്ക് അവർ മൂന്നുപേരും കൂടി ചെന്നാണേ. എന്നിട്ട് അവർ ഡോറടയ്ക്കുകയാണ്. എന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ അച്ഛാ ചെയ്യുക? ചേച്ചി ഇവിടുന്ന് പോയതോടുകൂടി ആകെപ്പാടെ വല്ലാത്തൊരു വിഷമം പോലെ, എന്തോ വലിയൊരു സംഭവം ഇവിടുന്ന് കളഞ്ഞു പോയ പോലെ തോന്നാ. രോഹി പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെ അച്ഛാ. ഇത്രയും കാലം ഉള്ളതിൻ്റെ വില അറിഞ്ഞില്ല, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്നല്ലേ, അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ചേച്ചി ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ലായിരുന്നു, ഇപ്പോഴാ അതൊക്കെ മനസ്സിലാക്കുന്നത്. നമുക്കെല്ലാവർക്കും കൂടി അവിടെ പോവാ അച്ഛാ, എന്നിട്ട് ചേച്ചിയെ തിരികെ കൊണ്ടുവരാം. ബാലൻ പറയാണ്, അത് വേണ്ട മോനെ, അതൊരിക്കലും നടക്കില്ല. അവളൊരു തീരുമാനമെടുത്ത് ഇവിടുന്ന് പോയതാ. ആ തീരുമാനത്തെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അവള് നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയാ ഇവിടുന്ന് ഒഴിഞ്ഞു വന്നത്. അതായത് നിങ്ങളുടെ അമ്മയും അച്ഛനും ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനാ അവൾ ഈ പയറ്റെല്ലാം പയറ്റിയത്. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് പോയി അത് കുളവാക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അലീന ഒരു കാര്യം തീരുമാനിച്ചു പോയതാണെങ്കിൽ അത് നടത്തിയിട്ടേ തിരിച്ചു വരുള്ളൂന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ടിപ്പോൾ നമ്മൾ അതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല. അവൾ എന്താച്ചാൽ കാണിക്കട്ടെ. അവൾ പറഞ്ഞത് ഞാനും നിങ്ങളുടെ അമ്മയും കൂടി സന്തോഷമായിട്ട് എന്ന് ജീവിക്കുന്നോ, അവരുടെ അമ്മ അതായത് നിങ്ങളുടെ അമ്മ എന്നെ തിരികെ വിളിക്കുന്നോ അന്ന് മാത്രമേ ഞാൻ വരുവുള്ളെന്നാ. അങ്ങനെ ഒരു കാലം ഉണ്ടാവുവച്ചാ. നമ്മളുടെ അമ്മയുടെ അഹങ്കാരത്തിന് എന്നെങ്കിലും അമ്മ ചേച്ചി തിരികെ വിളിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല. പിന്നെ അവളുടെ ഒരു ശുഭാപ്തി വിശ്വാസം ഞാൻ ഓർത്തു, ചുമ്മാ അങ്ങ് ആഗ്രഹിച്ചോട്ടെ, വേറെ കാശ് മുടക്കൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ പറയാണ്. ബാബി പറയുന്നുണ്ട്, എങ്കിലും വല്ലാത്തൊരു കുറവ് ഫീൽ ചെയ്യുന്ന വെച്ചാ, ഈ അമ്മ എന്താ ഇങ്ങനായി പോയത്?
എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അച്ഛൻ്റെ മകളല്ലേ, അങ്ങനെയാണെങ്കിൽ രണ്ടാനമ്മയാ, കുറച്ച് പോരൊക്കെ എടുത്തോട്ടെ, എങ്കിലും ഇവിടെ നിൽക്കാൻ പറയായിരുന്നു. ഈ അമ്മേനെ കൊണ്ട് തോറ്റു. കൃഷ്ണ പറയാണ്, ഞങ്ങളെ 3 പേരെക്കാട്ടിലും അവകാശം വീട്ടിൽ നിൽക്കാൻ ചേച്ചിക്കാം. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചേച്ചി നോക്കി നടത്തി ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ കാര്യങ്ങളും ചേച്ചി ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ഈ അമ്മയ്ക്ക് പിന്നെ എന്തിൻ്റെ കേടാ? ചേച്ചി ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. നേരത്തിന് ആഹാരവും വസ്ത്രവും എല്ലാം കിട്ടുന്നില്ലേ? അതങ്ങ് കരുതിയാൽ പോരെ. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. നിങ്ങളുടെ അമ്മേനെ ഈശ്വരൻ സൃഷ്ടിച്ചപ്പോളെ ആവശ്യത്തിലധികം അഹങ്കാരവും ഈഗോയും തലക്കനവും അതുപോലെ അഹംഭാവവും ദേഷ്യവും പിന്നെ പുച്ഛമൊക്കെ കൊടുത്താ സൃഷ്ടിച്ചും കൊണ്ട് ഇറക്കിയേക്കുന്നത്. സാധാരണ മനുഷ്യരെക്കാട്ടിലെല്ലാം എല്ലാം ഒരു പിടി കൂടുതലാണ്. അതിൻ്റെ നെകളിപ്പാ ഈ കാണിക്കുന്നത്. പിന്നെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട് എന്ന അഹങ്കാരമാ നിങ്ങളുടെ അമ്മയ്ക്ക്. എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല എന്ന് ഒരു തോന്നല്. ആരെന്തും മിണ്ടിയാലും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം, അതാ നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോൾ കൂടുതലായി നിൽക്കുന്നത്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. രോഹി പറയാണ്, എങ്കിലിത് കുറച്ച് കടന്നുപോയി. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു അറിവും ഇല്ലാതെ ഒരു ഇതും ഇല്ലാതെ ഒരാളുടെ അടുത്തേക്കല്ലേ ചേച്ചിയെ കൊണ്ടുവിട്ടേക്കുന്നത്? അച്ഛൻ പറഞ്ഞനുസരിച്ച് അവിടെ ആ തോട്ടത്തിൽ ആ ഒരു ഫാം ഹൗസും പിന്നെ കുറേ നായ്ക്കളും അയാളും അയാളുടെ ഒരു പരിചാരകനും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ചേച്ചിയെ കൊണ്ടുവിടേണ്ട കാര്യം ഉണ്ടായിരുന്നു വെച്ചാൽ ചേച്ചിക്ക് അവിടെ എന്ത് സേഫ്റ്റിയാണ് ഉള്ളത്? ഒന്ന് ഒച്ച വെച്ചാൽ പോലും ആരും അറിയില്ല. കൂടെ കുറേ പട്ടികളും. അയാൾ ചേച്ചി ഉപദ്രവിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിതയും പറഞ്ഞുണ്ട്, അത് ശരിയാ, ഞാൻ ഇന്നലെ രാത്രി അതിനെക്കുറിച്ച് ഓർക്കായിരുന്നു. അയാളെങ്ങാണം ചേച്ചി ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ചേച്ചിക്ക് അവിടെ നിന്ന് ഓടിപ്പോരാൻ പോലും പറ്റില്ല. അത്രയും നായ്ക്കളുടെ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാനാച്ചാ? അതുകൊണ്ട് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും ചേച്ചി ആക്കാം. അതായിരിക്കും നല്ലത്. അമ്മയുടെ ഈ സ്വഭാവമൊക്കെ തണുത്ത് മാറി വരുന്നത് വരെ ഒരു ഹോസ്റ്റലിലെങ്ങാണം മാറ്റിയാലോ എന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളിപ്പോൾ ഉള്ളത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ്, അവിടെ തന്നെ അവൾ നിൽക്കേണ്ടത് എന്ന് പറയുമ്പം അതെങ്ങനെയാച്ചാ? ഒരു പരിചയമില്ലാത്ത ഒരാൾ, അച്ഛൻ തന്നെ പറഞ്ഞല്ലോ അച്ഛന് മുൻപരിചയമില്ലെന്ന്, ഒരു പട്ടാളക്കാരൻ അയാളുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ചേച്ചി തള്ളാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ് അച്ഛാ. എത്രയും പെട്ടെന്ന് ചേച്ചി അവിടെ നിന്ന് മാറ്റണം. എന്തായാലും ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ ചുറ്റുപാടൊക്കെ നോക്കട്ടെ. ചേച്ചി എന്ന് വിളിക്കുമ്പോഴാണ് ഒരു സമാധാനം. ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സമാധാനം ഇല്ല. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പറയുമ്പം അങ്ങോട്ടേക്ക് വന്നിരുന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് മറച്ചു വെക്കാനുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ടാ ഇപ്പം അതിനെക്കുറിച്ച് പറയാത്തത്. ആ പോയിരിക്കുന്ന ആളാണ് ആ ചേച്ചിയുടെ ഏറ്റവും നല്ല കെയർ ടേക്കർ. നിങ്ങളുടെ അലിൻ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടോടെ ഉണ്ടാവില്ല. ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് അവളിപ്പോൾ ഉള്ളത്. അവൾ ആ സ്ഥലം നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഉറപ്പില്ലാത്തടത്തേക്ക് അലീനെ ഞാൻ കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ശരിയായിരിക്കച്ച, എങ്കിലും ഒരെങ്കിലും ഇല്ല. ഈ ആഴ്ച മനുനെയും കുട്ടി നിങ്ങൾ കാണാൻ പോകുന്നില്ലേ? വരുന്ന വിവരം നേരത്തെ അവിടെ അറിയിക്കണം. അയാളെ കുറച്ച് മുൻകോപക്കാരനാ, എങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുകയും കണ്ടൊക്കെ നിൽക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് രോഹിയും ബബിയും പുറത്തേക്ക് പോവാണ്. ഈ സമയം കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ പട്ടാളക്കാരനെന്ന് അച്ഛൻ പറഞ്ഞ ആളല്ലേ അയാളുടെ ചേച്ചിയുടെ അച്ഛൻ? ശരിക്കും അലീന ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ അച്ഛൻ്റെ അടുത്തല്ലേ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. അതെ, നിന്റെ മനസ്സിൽ നീ ഓർത്തത് ശരി തന്നെയാ. അലീനപ്പോൾ ഉള്ളത് അവളുടെ സ്വന്തം അച്ഛൻ്റെ അടുത്താ എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്, എനിക്ക് തോന്നി അച്ഛൻ അങ്ങനെ പറയണമെങ്കിൽ, അച്ഛൻ ഇത്ര വിശ്വാസം വേണമെങ്കിൽ അത് ഉറപ്പായിട്ടും ചേച്ചി ജനിപ്പിച്ച ആളായിരിക്കുമെന്ന്. അല്ലച്ചാ, ചേച്ചിയോട് പറഞ്ഞു അത് സ്വന്തം അച്ഛനാണെന്ന്. അത് ഞാൻ പറഞ്ഞു. അയാൾക്കറിയോ അതുകളുടെ മകളാണെന്ന്? അതും അറിയാം. രണ്ടുപേർക്കും പരസ്പരം സ്വന്തം ചോരയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടി പറയായിരുന്നെങ്കിൽ നിന്റെ അമ്മേനെ കൊണ്ടായി അവിടെ ആക്കിയേക്കട്ടെ. അച്ഛനും അമ്മയും മോളും കൂടി സുഖമായിട്ട് ജീവിക്കട്ടെ. അല്ലച്ച, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. അമ്മയോട് സത്യങ്ങളെല്ലാം പറയാമെന്നെങ്കിൽ അമ്മയുടെ വെറുപ്പെല്ലാം മാറിയാനേ. പിന്നെ അച്ഛനും അമ്മയും ഞങ്ങൾ 3 മക്കളും പിന്നെ ചേച്ചിയും കൂടി ആകുമ്പോൾ സന്തോഷമായിട്ട് കഴിയായിരുന്നു. ചേച്ചിയെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അച്ഛാ. ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണമോളെ, അതൊരിക്കലും നടക്കാൻ പോണില്ല. അങ്ങനെ ഒരിക്കലും നിന്റെ അമ്മേനെ ഞാൻ സ്വീകരിക്കില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അല്ലച്ചാ, അച്ഛൻ പറഞ്ഞല്ലോ ആളൊരു മുരടനാ, പട്ടാളക്കാരനാണെന്നൊക്കെ. ചേച്ചിയോട് അങ്ങനെ ദേഷ്യമാണോ? അതോ അവർ തമ്മിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അലീനയല്ലേ അവിടെ,
അലീന ആരെയും കയ്യിലാക്കിക്കോളും, അതൊന്നും ഒരു കുഴപ്പമില്ല. അയാൾ ഇച്ചിരി മുൻകോപക്കാരനും ഇച്ചിരി ശുണ്ടിയൊക്കെ ഉള്ള ആളുമാണ്. അതൊക്കെ അലീന മാറ്റിയെടുക്കും. പിന്നെ ആ ഒരു ആംബിയൻസ് അവൾക്കിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒറ്റപ്പെടലാണെങ്കിൽ പോലും അത് അവൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അവളെന്നോട് പറഞ്ഞു എന്ന് അമ്മ അങ്ങോട്ട് വരാൻ പറയുന്നോ അന്നേ വരുവുള്ളെന്ന്. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോണില്ലല്ലോ എന്ന് ബാലനൻ പറയാണ്. അച്ഛാ എന്ന് പറയുമ്പോൾ, വേണ്ട കൃഷ്ണമോളെ, അതിനെക്കുറിച്ച് മാത്രം ഒന്നും പറയണ്ട, എനിക്കത് കേൾക്കുകയും വേണ്ട. എൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോളേ അതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പം, അച്ഛാ അങ്ങനാണെങ്കിൽ പിന്നെ ഇപ്പോൾ അമ്മയെ എങ്ങനെ കുറ്റപ്പെടുത്താനാവും എന്ന് ചോദിക്കുമ്പം, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അമ്മയുടെ മനസ്സിൽ അച്ഛൻ്റെ അവിഹിതത്തിലുണ്ടായ പെൺകുട്ടിയാണല്ലോ അലീന ചേച്ചി. അങ്ങനെ നോക്കുമ്പം അമ്മയെ കാണിക്കുന്ന ദേഷ്യമൊക്കെ യാഥാർത്ഥ്യമല്ലേ? നീ പറഞ്ഞത് ശരിയാ. പക്ഷെ അതിനിടയ്ക്ക് ചെറിയൊരു പോയിന്റ് കൂടെ ഉണ്ട്. അവള് തെറ്റ് ചെയ്യാത്തവളായിരിക്കണം, അവളൊരു പതിവൃതി ആയിരിക്കണമായിരുന്നു. ഇതെല്ലാ തെറ്റുകളും ചെയ്തിട്ട് അതെല്ലാം മൂടി മറിച്ച് എന്നെ ഇത്രയും വർഷം ചതിച്ച് വഞ്ചിച്ചിട്ട് അതിനുശേഷം തൻ്റെ ഭർത്താവിന് ഇതുപോലൊരു അബദ്ധം സംഭവിച്ചെന്നറിയുമ്പോൾ അവൾ എന്താ ചെയ്യേണ്ടത്? അവളും കൂടി മനസ്സ് തുറന്ന് എല്ലാം തുറന്ന് പറയണമായിരുന്നു. അല്ലാതെ ഭർത്താവിനെ കുറ്റക്കാരനാക്കി അവൾ നല്ലവെള്ള ചമയുകയല്ല വേണ്ടത്. നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം, ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മുറിയിൽ കയറിയിരുന്നുകൊണ്ട് ഡോർ അടച്ചിട്ട് അലീനെ വിളിക്കാണ്. ചേച്ചി, അച്ഛന് തന്നോടൊരു കാര്യം പറഞ്ഞു. ചേച്ചിയുള്ളത് ചേച്ചിയുടെ സ്വന്തം അച്ഛൻ്റെ അടുത്താണോ എന്ന് ചോദിക്കുമ്പം, അതേ മോളെ, അച്ഛൻ പറയണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ അവളോട് പറയാതിരുന്നത്. മോളോട് അച്ഛൻ പറഞ്ഞു. എനിക്കൊരു സംശയം തോന്നി. അച്ഛൻ പറഞ്ഞു ഈ ലോകത്ത് വെച്ച് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താ ചേച്ചി ഉള്ളേന്ന്. അപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാ. ബബിതേച്ചിയുടെ രോഹിത്തേട്ടനൊക്കെ പോയിട്ട് അച്ഛനോട് പരാതി പറയായിരുന്നു. ഇങ്ങനെ ഒരാളുടെ വീട്ടിലേക്ക് എന്തിനാ ചേച്ചി ഒറ്റയ്ക്ക് കൊണ്ട് നിർത്തിയത്, അപകടമല്ലെന്നൊക്കെ ചോദിച്ചപ്പോഴാ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ എൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടല്ലേ? ടെൻഷൻ ഉണ്ടോന്നോ? ബബിയേച്ചിയും രോഹിയേട്ടനും ഒക്കെ നല്ല ടെൻഷനില്ല. ചേച്ചിയുടെ ഒറ്റയ്ക്കല്ലേ, ചേച്ചി അയാൾ ഉപദ്രവിക്കുമോ, അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഓർത്ത് ഇവിടെ എല്ലാവർക്കും നല്ല പേടിയുണ്ട്. അങ്ങനെ ഒന്നും പേടിക്കണ്ട. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തല്ലേ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആളിച്ചിരി കർക്കശക്കാരനാ, ഒരു പട്ടാളക്കാരനല്ലായിരുന്നോ? ആ ചിട്ടയൊക്കെ ഉണ്ട്. പിന്നെ ഇച്ചിരി മുൻകോപവും ഒക്കെ കൂടുതലാ. അതെല്ലാം മാറ്റിയെടുക്കാം. ചേച്ചിക്ക് അവിടെ ബോറടിക്കുന്നില്ലേ? പുറത്ത് റബ്ബർ തോട്ടം മാത്രമല്ലേ ഉള്ളൂ, കുറെ പട്ടികളും. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഞാനിതും എൻജോയ് ചെയ്യുന്നുണ്ട്. ജീവിതത്തിലെ ഓരോ അവസരങ്ങളും മാറി മാറി വരുമ്പോഴും നമ്മളതെല്ലാം ഇഷ്ടപ്പെടാൻ പഠിക്കണം. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കാൻ നമ്മൾ പാടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അല്ല കൃഷ്ണമോളെ, മേഡം എന്ത് പറയുന്നു? മേഡം എന്ത് പറയാനാ, പഴയതിലും അപ്പുറം തന്നെ. ഒരു മാറ്റവും ഇല്ല. എല്ലാവരോടും ദേഷ്യവും ചാടിക്കടി പകയും മാത്രം. പുതിയൊരു സെർവൻ്റൊക്കെ വന്നിട്ടുണ്ട്. അവരുണ്ടാക്കുന്നതാണെങ്കിലോ ഒന്നും കൊള്ളില്ല ചേച്ചി, വായി വെക്കാൻ കൊള്ളില്ല. അത് പറഞ്ഞപ്പോൾ അലീന ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡാണ് നല്ലതെന്ന് രോഹിയേട്ടൻ പറഞ്ഞപ്പോഴേ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യല്ലേ, അവരും ജോലി ചെയ്യാൻ വരുന്നതല്ലേ. നിങ്ങൾ അതൊക്കെ ഇത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിച്ചാൽ മതി. മിക്കവാറും അമ്മയുടെ വായന മിക്കവാറും കേൾക്കും തോന്നുന്നുണ്ട്. അമ്മയല്ലേ ആള്, ആ ചേച്ചിനെ ഇറുക്കിപ്പൊറുതി കൊടുക്കില്ല. ഉടൻ തന്നെ അവരോടൊന്ന് പോവുകയും ചെയ്യും എന്ന് പറയുമ്പം, സാറില്ല അമ്മയല്ലേ, പറഞ്ഞേക്കിങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അച്ഛനെ അമ്മ ഒരുമിപ്പിക്കാൻ നിങ്ങൾ 3 പേരും കൂടി ശ്രമം നടത്തണം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ രാത്രി ആയില്ലേ, മോള് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാണ്. ചേച്ചി ഉറങ്ങാൻ പോവാണോ? അതേ മോളെ, നല്ല തലവേദനയുണ്ട്, അതുകൊണ്ട് ഒന്ന് കിടക്കാന്ന് കരുതി. എന്നാ ശരി ചേച്ചി. അല്ല, രേവതി ചേച്ചി വിളിച്ചിരുന്നോ? പിന്നെ അവൾ വിളിക്കാതിരിക്കോ? പകല് വിളിച്ചിരുന്നു, വീഡിയോ കോള്. ഞാൻ അച്ഛൻ്റെ അടുത്താകുന്ന അറിഞ്ഞപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. അച്ഛനും അമ്മയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഹാങ് ഓവറില അവള് എന്ന് പറയുന്നുണ്ട്. ചേച്ചി, ഈ ആഴ്ച തന്നെ ഞാനും മനുവേട്ടനും രോഹിയേട്ടനും അതുപോലെ തന്നെ ബബിയേച്ചിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ആഴ്ചയോ? അതെ. രേവതി ചേച്ചി വരുന്നുണ്ടോ? അതറിയില്ല മോളെ, ചോദിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി അവിടെ നിന്ന് മീറ്റ് ചെയ്യായിരുന്നു. അതിന് അദ്ദേഹത്തിന് കുഴപ്പം കാണുമോ? സീൻ എന്താണെന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കിയിട്ടൊക്കെ പറയാം. ചിലർക്ക് അങ്ങനെ താല്പര്യം കാണില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് ചോദിക്കട്ടെ, ചോദിച്ചിട്ട് പറയാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഫോൺ കട്ടാക്കാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണെന്നുണ്ടേ. ഈ സമയത്ത് ഗംഗേട്ടൻ കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് ശിവനെ കാണുന്നുണ്ട്.
ശിവനോട് പോയിട്ട് എന്താ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, ബാലേന്ദ്രൻ എന്ത് പറയുന്നു, വൈജി എന്ത് പറഞ്ഞൊക്കെ ചോദിക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ല അവിടെ. ബാലേന്ദ്രൻ പിന്നെ ഒതുങ്ങിയെന്ന് കരുതാം, പക്ഷെ നമ്മുടെ പെങ്ങളുണ്ടല്ലോ വൈജ, അവളൊരു അടി പോലും ഒതുങ്ങില്ല. ഇവിടെ നിന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണല്ലോ അലീനനെ അങ്ങോട്ടേക്ക് ആക്കിയത്. അതും എൻ്റെ ഏറ്റവും വലിയ പിടി ആ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്കാ അവളെ കൊണ്ടാക്കിയിരിക്കുന്നത്. അതങ്ങനെ വൈജി അറിഞ്ഞാ തീർന്നില്ലേ? എന്ത് തീരാനാ? അവളുടെ അഹങ്കാരം കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നേ. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ബാലന്റെ കൂടെ സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഇത് എന്തെങ്കിലും അവൾക്ക് കേൾക്കേണ്ടി വരുമോ? ഇതൊന്നുമില്ല. എപ്പോഴും ദേഷ്യവും ചാടിക്കടിയും പുച്ഛവും അഹങ്കാരവും മാത്രം. താനെന്താ വലിയ സംഭവമാണെന്ന് പറഞ്ഞ അവൾ നടക്കുന്നേ. പിന്നെ എങ്ങനെ ശരിയാവാനാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കമലൊടുന്ന ചായയൊക്കെ കുടിച്ച് മുത്തശ്ശിയൊക്കെ കണ്ടതിന് ശേഷം ഗംഗേട്ടൻ പറയാണ്, ഞാനെങ്കിലൊന്ന് അവളെ കണ്ടിട്ട് വരാം. കുറച്ചു ദിവസം കൊണ്ട് ഓർക്കുക, അവിടുത്തെ ബിസി കാരണം വരാൻ സാധിച്ചില്ല. അലീനെ അവിടുന്ന് കൊണ്ടുപോയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വരണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, ഇത്രയും ദിവസം വരാൻ പറ്റിയില്ല. എന്തായാലും അലീന പോയല്ലോ, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ചെങ്കിലും കുറയുമായിരിക്കും അല്ലേ? എവിടെന്ന് നമ്മളുടെ പെങ്ങളുടെ നാക്കും വായു അടങ്ങിയിരിക്കാത്തത്ര കാലം അവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും തീരാൻ പോണില്ല. പിന്നെ നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് ശരിയാക്കി എടുക്കണം എന്ന് പറയാണ്. ഹരിയുടെ കാര്യം എന്തായി? ആ, അതങ്ങനെയൊക്കെ കിടക്കുന്നു, നോക്കാം, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഗംഗേട്ടൻ നേരെ നെടുമുറിക്കിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പം കതക് തുറക്കുന്നത് കൃഷ്ണമോളായിരിക്കും. ആഹാ അങ്കിളേന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുമ്പം, എന്താ മോളെ ഇന്ന് സ്കൂളിൽ പോണ്ടായിരുന്നോ? സ്കൂൾ അടച്ചില്ലേ അങ്കിളെ, ഇപ്പൊ ഡാൻസ് ക്ലാസ് ഉണ്ട്, ഉച്ചയ്ക്ക് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. എല്ലാവരും എന്തിയേ? ബബിയേച്ചി കോളേജിലേക്ക് പോയി, രോഹിയേട്ടനും കോളേജിൽ പോയി, അച്ഛനാണെങ്കിലോ സ്വർണ്ണക്കടയിലേക്ക് പോയിരിക്കുക, പിന്നെ അമ്മയും ഉണ്ട്, ഞാനും ഉണ്ട്, പിന്നെ പുതിയൊരു സെർവൻറ്റും ഉണ്ട് എന്ന് പറയാണ്. ആഹാ, രോഹിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, ഇപ്പോൾ ആൾ ആക്റ്റീവാ. അന്നല്ല ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ചേട്ടന് കോളേജിലേക്ക് പോകാൻ പറ്റി. ഒരു വർഷം പോവാതിരുന്നു. കുട്ടികളുടെയൊക്കെ കളിയാക്കൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറി, ആളുടെ റീസെൻ്റായി നല്ല ബോൾഡായി എന്ന് പറയാണ്. ഞാനേ ചായ എടുക്കാൻ പറയാം. ശരി, മോൾ അങ്ങോട്ട് ചെല്ലേ, ഞാനേ മോളുടെ അമ്മയെന്ന് കണ്ടു വരാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ദേ അങ്കിളെ സൂക്ഷിക്കണം കേട്ടോ, സിംഹക്കൂട്ടിലേക്കാ കയറി ചെല്ലുന്നത്, മാന്ത് കിട്ടാതെ തിരിച്ചു വരണേ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ അകത്തേക്ക് കയറാണ്. ഡോറ് മുട്ടുമ്പോൾ വൈജി വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അകത്തേക്ക് ഗംഗേട്ടൻ കയറുന്നുണ്ട്. നീ എന്തിനാ 24 മണിക്കൂറും ഇതും അടച്ചതിനകത്തിരിക്കുന്നത്? ഇത്രയും കാലം അലിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? നടക്കാറായില്ലേ? പുറത്തുകൂടെ കയറി നടക്കുകയും വീടിനകത്ത് കൂടെ നടക്കുകയൊക്കെ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഓ എനിക്കതിനൊന്നും മനസ്സില്ല. നിന്റെ മനസ്സില്ല, നിന്റെ അഹങ്കാരം തന്നെയാ എല്ലാത്തിനും കാരണം. അല്ല, വന്നപ്പോ തന്നെ ഗംഗേട്ടൻ എന്നെ കുറ്റപ്പെടുത്താണോ? എന്താ കാര്യം? എന്താ പ്രശ്നം? ഗംഗേട്ടൻ ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം. അലിനെ പറഞ്ഞിട്ടിപ്പോ കുറച്ചു ദിവസം ആയല്ലോ. ഗംഗേട്ടൻ ഏത് നിമിഷം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്തെത്ര താമസിച്ചു പോയത് എന്ന് ചോദിക്കാണ്. നീ എന്താടി എന്നെ കളിയാക്കുവാണോ? ഏയ്, ഞാൻ കളിയാക്കിയൊന്നുമല്ല, കാര്യം പറഞ്ഞതാ. മനസ്സിലായി നിന്റെ കാര്യം പറച്ചിലൊക്കെ. നീ ആരാണെന്നാ വൈജേ നിന്റെ വിചാരം എന്ന് ചോദിക്കാണ്. ദേ ഗംഗേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഏറ്റവും വലിയ കണ്ണിലെ കരടായിരുന്നു, ശത്രുവായിരുന്നു ആ അലീന. അവൾ ഇവിടുന്ന് പോയി. അപ്പം തന്നെ എനിക്ക് സമാധാനമായി. ഇപ്പം എൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും വീടിനൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അതുകൊണ്ട് ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്ന് പറയുന്നുണ്ട്. നിന്റെ അഹങ്കാരത്തിന് ഒരു തുള്ളി പോലും മാറ്റമില്ല അല്ലേ വൈജെ എന്ന് ചോദിക്കുകയാണ്. ഗംഗേട്ടാ, ഇതിലെവിടുന്ന അഹങ്കാരം? ഗംഗേട്ട തന്നെ പറ. എൻ്റെ ഭർത്താവിൻ്റെ അവിഹിത സന്തതി അവളൊന്ന് കയറിയപ്പോൾ ഞാൻ പിന്നെ കൈ നീട്ടി സ്വീകരിക്കണമായിരുന്നോ? അവൾ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. എവിടെയോ കിടന്ന് വലിയ കയറി വന്നവളാ. എന്നിട്ട് ഉടനെ അത് ഭർത്താവിൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞാൽ ആരംഗീകരിക്കാനാ? എനിക്ക് തോന്നില്ല അത് അയാളുടെ മകളാണെന്നൊന്നും. പിന്നെ നിനക്ക് എന്താ തോന്നിയത് എന്ന് ചോദിക്കുമ്പം വൈജ മിണ്ടാതെ നിൽക്കുകയാണ്. വൈജയ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഗംഗേട്ടാ, അല്ല, ശരിയാ, എനിക്കൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇതൊക്കെ ഞാൻ ക്ഷമിച്ചു കൊടുക്കണോ? കണ്ടില്ല കേട്ടില്ല നടിക്കണോ? അപ്പോൾ ഗംഗേട്ടൻ പറയാണ്, അന്ന് നിനക്ക് സംഭവിച്ച പോലെ തന്നെ ഒരു അബദ്ധമല്ലേ ബാലിന് സംഭവിച്ചത്? അന്ന് നിന്റെ കുഞ്ഞ് ഇല്ലാത്തത് കൊണ്ട് നിനക്കിപ്പോൾ തിരിച്ചറിയാനും ഇല്ല. പക്ഷേ ബാലിന് ആ കുഞ്ഞുണ്ടായതുകൊണ്ടല്ലേ തിരിച്ചു വന്നത്. അപ്പോൾ നീ അത് അഡ്ജസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. നിന്റെ ഭാഗത്ത് ഇത്രയും വലിയ തെറ്റ് വെച്ചിട്ട് നീ അയാളെ കുറ്റപ്പെടുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്.
നിങ്ങളെല്ലാവരും ഇങ്ങനെ മാറിപ്പോയെന്താണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആദ്യം അലിനെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി എൻ്റെ രണ്ടാങ്ങളമാരും കുറേ പയറ്റിയതാ. എന്നിട്ടിപ്പോൾ അവരോ അലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇപ്പോൾ അവരായിരിക്കും എന്ന് പറയുന്നുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി വൈജെ, നീ കാണിക്കുന്നൊന്നും ഒട്ടും ശരിയല്ല. അലീനെ കൊണ്ടുപോയി വേറൊരു വീട്ടിൽ കൊണ്ടുപോയി ജോലിക്ക് നിർത്തിയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ മനസ്സ് കയറുന്നു എന്ന് ചോദിക്കുമ്പം അതിനിപ്പോൾ എന്താ ഗംഗേട്ടാ കുഴപ്പം? അവള് ജോലിക്കാരിയല്ലേ, അവളൊരു വേലക്കാരിയല്ലേ, അവൾ എവിടെ പോയി എന്നാ നമുക്ക് എന്താ കുഴപ്പം? ശല്യം ഒഴിഞ്ഞു എന്നും കരുതി ഞാനിരിക്കാം. അത് തന്നെ എനിക്ക് വലിയ ആശ്വാസം എന്ന് പറയുന്നുണ്ട്. നിന്നോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. എന്താ ഗംഗേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ആരെക്കുറിച്ചാ? അവളെക്കുറിച്ചാണോ? അതൊന്നുമല്ല, വേറൊരു കാര്യത്തെക്കുറിച്ചാ ഞാൻ പറയാൻ വന്നത്. എന്താ ഗംഗേട്ടാ എന്ന് ചോദിക്കാണ്. നമ്മുടെ അച്ഛൻ നമ്മളോടെല്ലാവരും വലിയൊരു ചതി ചെയ്തു. നമ്മുടെ അച്ഛനോ? എന്തു ചതി? അത് പിന്നെ വലിയൊരു ചതി എന്ന് പറഞ്ഞാൽ എന്നോടല്ല, നിന്നോടാ കൂടുതൽ ചതി കാണിച്ചിരിക്കുന്നത്. എന്താ ഗംഗേട്ടാ, എന്താ കുഴപ്പം എന്ന് ചോദിക്കാണ്. അത് പിന്നെ വേറൊന്നുമല്ല, അന്ന് നിന്നെ പ്രസവിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്കല്ലേ അച്ഛൻ കൊണ്ടുപോയത്? അന്ന് ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് അച്ഛനും അതുപോലെ തന്നെ രാവണ്ണി അങ്കിളും കൂടിയിട്ട് അന്നൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, നീ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയെന്ന്. പക്ഷേ അത് കള്ളമായിരുന്നു വൈജ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെപ്പാടെ അമ്പരന്ന് എഴുന്നേറ്റ് നിൽക്കാണ് വൈജ. ഗംഗേട്ടൻ എന്താ പറഞ്ഞേ? കുഞ്ഞ് മരിച്ചു പോയില്ലെന്നോ? അതെങ്ങനെ ശരിയാവും? 23 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും രാവണിമേനനും പറഞ്ഞല്ലേ കുഞ്ഞ് മരിച്ചു പോയെന്ന്. ആ ഡോക്ടറും നഴ്സും ഒക്കെ പറഞ്ഞല്ലോ കുഞ്ഞ് മരിച്ചു പോയെന്ന്. അല്ല, അതെല്ലാം നമ്മുടെ അച്ഛൻ്റെ പ്ലാനിങ് ആയിരുന്നു. അച്ഛൻ മാത്രമല്ല, സ്റ്റാൻലി ജോസഫ് ഉണ്ടല്ലോ, അയാളുടെ അച്ഛൻ്റെയും കൂടെ പ്ലാനായിരുന്നു. ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല, ജീവനുണ്ടായിരുന്നു എന്ന് പറയാണ്. ഗംഗേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എൻ്റെ ശരീരമെല്ലാം തളർന്ന പോലെ തോന്നുന്നു, എനിക്ക് തല ഇറങ്ങുന്നതൊക്കെ തോന്നുന്നു. ആ കുഞ്ഞപ്പം ഇപ്പോൾ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, എങ്കിലും നിന്നെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതാ. ഈ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശിവനും രാജീവനും എനിക്കും അറിയാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട്. അത് പിന്നെ ഗംഗേട്ടാ, ആ കുട്ടി അപ്പം ആ കുഞ്ഞ് എവിടെയാ? അച്ഛൻ ആ കുഞ്ഞിനെ എവിടെയാ ഏൽപ്പിച്ചേ? അതൊന്നും എനിക്കറിയില്ല. അല്ല, ഗംഗേട്ടൻ എങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. എങ്ങനെയായതൊന്നും ഞാൻ ചോദിക്കണ്ട, ഞാനത് പറയത്തുമില്ല. നമ്മുടെ അച്ഛൻ നമ്മളെല്ലാവരും പറ്റിക്കുകയായിരുന്നു അന്ന്. പിന്നെ വേറൊന്നും കൊണ്ടല്ല, അയാളുടെ സ്വന്തം മകൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടായിരിക്കും അച്ഛൻ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങളും കുറേയൊക്കെ കടുങ്കൈ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ശരിയാ. നീ നന്നായിട്ട് ജീവിക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ അതിപ്പോൾ തെറ്റായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ വൈജ അവിടെ ആകെപ്പാടെ വിഷമിച്ച് മിണ്ടാൻ നിൽക്കുകയാണേ. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ ബാലചന്ദ്രൻ്റെ മകൾ തിരിച്ചു വന്നുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നുമല്ല, ഇത് സത്യമാണ്. നിനക്ക് എവിടെ വേണമെങ്കിലും പോയി അന്വേഷിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യം സത്യവും തന്നെയാ. പിന്നെ അതിന് പിന്നാലെ അന്വേഷിച്ച് പോകാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. കാരണം ബാലചന്ദ്രൻ അറിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ അത്രയ്ക്ക് പതിവ്രതയൊന്നും ചമയണ്ട. നിന്റെ കുഞ്ഞ് തിരിച്ചെന്നില്ല എന്നൊരു അഹങ്കാരമാണല്ലോ നിനക്ക് ഇത്രയും കാലം. അതാരും അറിഞ്ഞില്ല എന്നുള്ളതും. പക്ഷേ അതറിയാവുന്ന കുറച്ചു പേരൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് നീയും മനസ്സിലാക്കണം. ആ കുഞ്ഞ് അന്ന് മരിച്ചു പോയിട്ടില്ല, അത് മാത്രമല്ല അതൊരു പെൺകുട്ടിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വൈജ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഗംഗേട്ടാ, എന്നെ ഒന്ന് സഹായിക്കോ? ആ കുട്ടി എവിടെയാണെന്ന് കണ്ടെത്താൻ ഒന്നെൻ്റെ കൂടെ വരുമോ? നിനക്ക് എന്താ വൈജ കുഴപ്പം? അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, അതൊക്കെ കഴിഞ്ഞു പോയ കഥകളാ. ഞാനിപ്പോൾ ഇത് നിന്നോട് പറയാനുള്ള പ്രത്യേക ഒരു കാര്യമുണ്ട്. അലില ഇവിടുന്ന് പോയല്ലോ, അതുകൊണ്ട് മക്കളോടും ഭർത്താവിനോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറണം. ഈ കുടുംബം പഴയതുപോലെയല്ല, പുതിയ രീതിക്ക് മാറ്റിയെടുക്കണം. അലീന ഉണ്ടാകുമ്പോൾ ഇവിടെ നല്ല ഭംഗിയായിരുന്നു, അതുപോലെ ഈ കുടുംബം നല്ലൊരു കുടുംബമാക്കി നീ മാറ്റണം. എല്ലാവരോടും സ്നേഹത്തോടെയും സൗമ്യതയോടെയും ബഹുമാനത്തോടെയും വേണം പെരുമാറാൻ. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ നിന്നോട് ഒരിക്കലും പറയില്ലായിരുന്നു. ഗംഗേട്ടാ, എൻ്റെ ഉറക്കം പോലും നഷ്ടമാകും. ആ കുഞ്ഞെവിടെന്നറിയാതെ എനിക്കിനി സമാധാനം കിട്ടുമെന്ന് ഗംഗേട്ടൻ ഇങ്ങനെ ഓർക്കുന്നുണ്ടോ? ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ കുഞ്ഞല്ലേ അത്. പാല് പോലും കൊടുക്കാൻ എന്നെ തന്നിട്ടില്ല.
ആ കുഞ്ഞ് എവിടെ എന്തെന്നറിയാൻ എനിക്ക് ആകാംക്ഷ കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ പറയാണ്, നിനക്കത്ര ആകാംക്ഷ ഉണ്ടെങ്കിൽ അത് എവിടെ എന്താണെന്നൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം. പക്ഷെ നിന്റെ സ്വഭാവത്തിൽ കാര്യമായി മാറ്റം കൊണ്ടുവരണം. എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറി ഭർത്താവിനെയും കുട്ടികളെല്ലാം നിന്റെ വശത്തേക്ക് ആക്കണം. സ്നേഹം കൊണ്ട് അല്ലാതെ വാശി കൊണ്ടും വൈരാഗ്യം കൊണ്ടും അല്ല. ഭർത്താവിനെയും മക്കളെയൊക്കെ നന്നായി സ്നേഹിച്ച് നല്ലൊരു കുടുംബിനിയായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാം. അത് മാത്രമല്ല, എനിക്ക് മറ്റൊരു ഡിമാൻഡ് കൂടി ഉണ്ട്. അലീനെ നീ തന്നെ തിരികെ കൊണ്ടുവരണം എന്ന് പറയാണ്. ഇല്ല ഗംഗേട്ടാ, ഒരിക്കലും അതുണ്ടാവില്ല. അവളാ എൻ്റെ മുഖ്യ ശത്രു. ഈ ജന്മത്തില് ഒരിക്കലും ഞങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എങ്കിലേ മറ്റേ കാര്യം നീയും അങ്ങ് മറന്നേക്ക് ഗംഗേട്ടാ. അത് പിന്നെ ഇപ്പൊ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഭർത്താവും മക്കളും എല്ലാവരും ഒന്ന് നിന്റെ സൈഡ് ആയി കഴിഞ്ഞിട്ട് നീ എല്ലാവരും ഒന്ന് സ്നേഹിച്ച് ഒന്ന് ഓക്കെ ആക്കാൻ നോക്ക്. അതെല്ലാം കഴിഞ്ഞിട്ട് പതിയെ അലിനെ തിരികെ കൊണ്ടുവരണം. അപ്പോഴേക്കും നിന്റെ മകൾ എവിടാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് വൈജയ്ക്ക് സത്യമാണോ അതോ താൻ കേട്ടതൊക്കെ കള്ളാണോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ആ ഒരു ഹോസ്പിറ്റലിലെ നമ്പർ കിട്ടാൻ വലിയ വഴിയുണ്ടോ ഗംഗേട്ടാ? അതൊന്നും നീ ഇപ്പം അന്വേഷിക്കണ്ട. 23 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ലേ. അപ്പോഴത്തെ ഡോക്ടേഴ്സും സ്റ്റാഫും ഒന്നും അല്ല ഇപ്പോൾ അവിടെ. അതെല്ലാം കാലഘട്ടമൊക്കെ മാറിപ്പോയില്ലേ. അന്ന് പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ടെന്നെല്ലാം ഇന്ന് കമ്പ്യൂട്ടറിലായി. അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു റെക്കോർഡ്സും അവിടെ കാണാനും പോകുന്നില്ല. നീ വെറുതെയാ അങ്ങോട്ടേക്ക് പോണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെതായ രീതിയിൽ സമഗ്രമായ അന്വേഷണം നടത്താം. പക്ഷെ ഞാൻ പറഞ്ഞ ഡിമാൻഡുകൾ നീ അംഗീകരിക്കണം. പഴയ വൈജി ആയിരിക്കരുത് ഇനി മുതൽ കാണാൻ പോണത് പുതിയൊരു വൈജി ആയിരിക്കണം. മനസ്സിലായി ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കാണ്. ഒന്നും മിണ്ടാതെ അവളെ തലയാട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗേട്ടൻ അവിടുന്ന് പോവാണ് കേട്ടോ. ഈ സമയത്ത് കൃഷ്ണൻ ചോദിക്കാണ്, എന്ത് പറ്റി? സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ആക്രമണമൊന്നും ഉണ്ടായില്ലേ? ഹേയ് ഇല്ല, സിംഹത്തിന്റെ പത്തിയെ ഞാനത് താത്തിയിട്ടുണ്ട്. അതങ്ങനെ താഴ്ന്ന പത്തിയല്ല എന്നും പറഞ്ഞ് കൃഷ്ണനെ കളിയാക്കാണ് കേട്ടോ. ഈ സമയത്ത് വൈജന മനസ്സിൽ ആകെപ്പാടെ ഒരു അങ്കലാപ്പ് കയറുകയാണ്. അപ്പോൾ താൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചില്ലേ എന്ന് ഓർത്തുകൊണ്ട് അവൾ വല്ലാണ്ട് വിരുമ്പി കരയുന്നുണ്ട്. സ്റ്റാൻലി മൊത്തമുള്ള ആ നിമിഷങ്ങളൊക്കെ ഓർത്തു നോക്കുകയാണ്. ആദ്യമായി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ സ്റ്റാൻലി തന്നെ ഒരു വട്ടം കറക്കിയതും അതുപോലെ ഇഷ്ടപ്പെട്ട ഓരോ ഫുഡുകളും കൊണ്ട് തന്നതും വയറിലെ അനക്കം നോക്കി സ്റ്റാൻലി കിടക്കുന്നതും ആ അനങ്ങുമ്പോൾ കൈകൊണ്ട് തൊടുന്നതും കുഞ്ഞിനെ വിളിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇവർ പരസ്പരം ഓർക്കുകയാണ്. അപ്പോൾ അച്ഛനാണ് തന്നെ തെറ്റ് ചെയ്തതെന്ന് അവൾ ഓർക്കുന്നുണ്ട്. അച്ഛൻ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്? ആ കുഞ്ഞിനെ തന്നാൽ പോരായിരുന്നോ? ഞാൻ അവളെ വളർത്തി സ്വസ്ഥമായിട്ട് ജീവിച്ചേനല്ലോ എന്നൊക്കെ ആലോചിക്കാണ് കേട്ടോ വൈജ. അങ്ങനെ അവിടെ ഇരുന്ന് വിതുമ്പി കരയുന്നുണ്ട്. ഇതുവരെ താൻ കാണാത്ത തൻ്റെ കുഞ്ഞിനെ ഓർത്ത് വൈജ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള സ്റ്റോറീസിനോട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്നവർ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.